അപ്പോൾ നമ്മൾ ഒരു വീഡിയോ സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിയാക്ഷൻസ് ഓഫ് അമീൻസ് പാർട്ട് 2, അതായത് കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂവേഷൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിയാക്ഷൻസ് ഓഫ് അമീൻ പാർട്ട് 1 കുറേ റിയാക്ഷൻസ് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ പറയാത്ത കുറച്ച് റിയാക്ഷൻസ് ആണ് ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്നത്, കണ്ടിന്യൂവേഷൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഹോഫ്മാൻ എലിമിനേഷൻ ആയിരുന്നു. ഹോഫ്മാൻ എലിമിനേഷൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ പറയും, അതിന് ശേഷം ബാക്കി റിയാക്ഷൻസ് ഞാൻ പറയും. അപ്പോൾ ഹോഫ്മാൻ എലിമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഹോഫ്മാൻ എലിമിനേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് അമീൻസിനെ ആൽക്കീനാക്കി മാറ്റുന്ന റിയാക്ഷൻ ആയിരുന്നു ഹോഫ്മാൻ എലിമിനേഷൻ റിയാക്ഷൻ. അപ്പോൾ അമീൻസ് ആരായിട്ട് എക്സസ് ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡ്സ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു ക്വാർട്ടർലി അമോണിയം സാൾട്ട് ഉണ്ടാകും. അതിന് നമ്മൾ മോസ്റ്റ് സിൽവർ AgO ഓക്സൈഡ് അല്ലെങ്കിൽ AgOH ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഹൈഡ്രോക്സൈഡ് ഉണ്ടാകും. അത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? ആൽക്കീനായിട്ട് മാറും. അപ്പോൾ ഇനീഷ്യലി അമീൻസിൽ ഉണ്ടായിരുന്ന ആൽക്കൈൽ പാർട്ടിൽ എലിമിനേഷൻ നടന്നിട്ടാണ് ആൽക്കീൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ ആൽക്കീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോഫ്മാൻ എലിമിനേഷനിലൂടെ കിട്ടുന്ന ആൽക്കീൻ എന്ന് പറയുമ്പോൾ ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് ആയിരിക്കും. പൊതുവെ നമുക്ക് ഡൈഹാലോജനേഷനിലൊക്കെ നമുക്ക് ഹൈഡ്രജനും ഹാലോജനും എലിമിനേറ്റ് ചെയ്യുന്ന റിയാക്ഷൻസൊക്കെ നമുക്ക് അധികം കിട്ടുന്നത് മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഈ ഹോഫ്മാൻ എലിമിനേഷനിൽ കിട്ടുന്നത് ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് ആണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഓക്കെ, കോമൺലി വി വിൽ ഗെറ്റ് മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് ആസ് എ സ്റ്റേബിൾ പ്രൊഡക്റ്റ്, ബട്ട് ഹിയർ ഹോഫ്മാൻ എലിമിനേഷൻ വി വിൽ ഗെറ്റ് ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് ആസ് എ മേജർ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇൻ ദ ഹോഫ്മാൻ എലിമിനേഷൻ ഓഫ് quaternary ammonium hydroxide the major product is commonly the least substituted alkenes. This is the Hoffman rule. അപ്പോൾ ഇതിനെ നമ്മൾ ഹോഫ്മാൻ റൂളും കൂടി പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൻ്റെ റീജിയോ സെലക്ടിവിറ്റി ഞാൻ പറഞ്ഞിരുന്നത് എന്താണ്? ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് ആണ് കൂടുതലും ഹോഫ്മാൻ എലിമിനേഷനിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഹോഫ്മാൻ എലിമിനേഷനിൽ രണ്ട് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഒന്ന് മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള സെയിൽസ് ഓഫ് പ്രൊഡക്റ്റും ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഹോഫ്മാൻ പ്രൊഡക്റ്റ്. പക്ഷേ ഹോഫ്മാനാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന 95% ഇതായിരിക്കും ഹോഫ്മാൻ പ്രൊഡക്റ്റ് ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കുക. നമ്മൾ ഹോഫ്മാൻ എലിമിനേഷൻ റിയാക്ഷൻ എന്താ നമ്മൾ ചെയ്യുക? ഫസ്റ്റ് ഒരു അമീൻസ്, ഫോർ എക്സാമ്പിൾ പ്രൈമറി അമീൻ CH3 CH NH2 CH2 CH3. ഇതിന് നമ്മൾ എന്ത് ചെയ്യും? എക്സസ് ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡ്സ് ട്രീറ്റ് ചെയ്യും. എക്സസ് ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ CH3I. We will get a quaternary ammonium halide. Quaternary ammonium halide എന്ന് പറയുമ്പോൾ CH3 CH NH2 N CH3 thrice CH2 CH3 ആണ് quaternary ammonium halide. quaternary ammonium halide. ഇത് നമ്മൾ മോയിസ്റ്റ് സിൽവർ ഓക്സൈഡ് or AgOH ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we will get the corresponding hydroxide, that is CH3 CH N CH3 thrice CH2 CH3. ഇനി ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ we will get a alkene. Alkene എന്ന് പറയുമ്പോൾ ഈ ആൽക്കൈൽ പാർട്ടിലാണ് എലിമിനേഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഈ ആൽക്കൈൽ പാർട്ടിൽ NCH3യും ഒരു H തമ്മിൽ എലിമിനേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ആൽക്കീൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ കുറേ പറഞ്ഞത് അതിൻ്റെ സ്റ്റീരിയോ സെലക്ടിവിറ്റി ഒക്കെ പറയുകയാണെങ്കിൽ E2 എലിമിനേഷൻ ആണ്. E2 എലിമിനേഷൻ പ്രത്യേകം എന്താണ്? E2 ബൈമോളിക്കുലർ റിയാക്ഷൻ ആയിരിക്കും. അതേപോലെ തന്നെ എലിമിനേറ്റ് ചെയ്യുന്ന രണ്ട് ഗ്രൂപ്പും ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് ഒരു ഹൈഡ്രജനും ഈ ഒരു പാർട്ടുമാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്ലെയിൻ ആയിട്ട് വരികയാണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് പ്ലെയിൻ, ആൻറ്റി എലിമിനേഷൻ. E2 കൺസേർട്ടഡ് റിയാക്ഷൻ ആണ്, ആൻറ്റി എലിമിനേഷൻ ബൈമോളിക്കുലർ ആണ്. അപ്പോൾ ഒരു OH മൈനസ് ഈ ബേസ് ഒരു ഹൈഡ്രജന് പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്യും. ദെൻ NCH3 ത്രൈസ് ഇലക്ട്രോൺസിനെ കൊണ്ടുപോകും, ഒരു ന്യൂ പൈ ബോണ്ട് ഇവിടെ ഫോം ചെയ്യും. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് CH3 CH CH2 CH3. This is the least substituted product plus NCH3 thrice. ഇപ്പോൾ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഹോഫ്മാൻ പ്രൊഡക്റ്റ്. ഇതിൽ ലീസ്റ്റ് ഒരു ലെസ് പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് ഒന്നും കൂടി കിട്ടും.
ഒരു സേറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് കൂടി കിട്ടും. അപ്പോൾ സേറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് എങ്ങനെ വരുന്നത് CH ഡബിൾ ബോണ്ട് CH CH2. നമുക്ക് സേറ്റ്സ് ഓഫ് പ്രൊഡക്റ്റിൻ്റെ സെൻട്രലായിട്ട് ഡബിൾ ബോണ്ട് വരും. പക്ഷേ ഹോഫ്മാൻ ആണെങ്കിൽ എൻഡിലാണ് ഡബിൾ ബോണ്ട് വരും. സോറി, CH2 ഡബിൾ ബോണ്ട് CH2 CH2 എൻഡിലാണ്. ദിസ് ഈസ് എ ഹോഫ്മാൻ പ്രൊഡക്റ്റ്, ദിസ് ഈസ് എ സേറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ്. അപ്പോൾ ഹോഫ്മാൻ എലിമിനേഷനിലൂടെ നമുക്ക് കിട്ടുന്നത് ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഇതിൽ റീജിയോ സെലക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻഡിലാണ് റിയാക്ഷൻ നടക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് കിട്ടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൈഡ്രജൻ OHന്റെ എച്ച് അബ്സ്ട്രാക്ഷൻ നടക്കുക ഈ എൻഡിലെ ഹൈഡ്രജനാണ് എച്ച് അബ്സ്ട്രാക്ട് ചെയ്യുക ഡ്യൂ ടു ദ സ്റ്റെറിക് ഹിൻഡ്രൻസ് ഓഫ് NCH3. ഇപ്പോൾ സ്റ്റെറിക് ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സെൻട്രലുള്ള ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യാൻ പോകില്ല ഈ OH മൈനസ് ഈ എൻഡിലുള്ള ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുക ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഹോഫ്മാൻ പ്രൊഡക്റ്റ് 95%, മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള സേറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് 5% ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റീജിയോ സെലക്ടിവിറ്റി. ഇതിൻ്റെ സ്റ്റീരിയോ സെലക്ടിവിറ്റി പറയുകയാണെങ്കിൽ E2 എലിമിനേഷൻ ആയിരിക്കും, പിന്നെ ആൻറ്റി പെരിപ്ലാനർ ആയിരിക്കും എലിമിനേഷൻ ഗ്രൂപ്പ് വരുന്നത്, പിന്നെ കൺസേർട്ടഡ് ബൈ മോളിക്കുലർ റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഹോഫ്മാൻ എലിമിനേഷൻ സമ്മേഷൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പറയാൻ പോകുന്നത് ആക്ഷൻ വിത്ത് നൈട്രസ് പ്രൈമറി അമീൻ, അലിഫാറ്റിക് പ്രൈമറി അമീൻ വിത്ത് നൈട്രസ് ആസിഡ്. ഓക്കെ, അപ്പോൾ പ്രൈമറി അലിഫാറ്റിക് അമീൻസ് റിയാക്ട് വിത്ത് നൈട്രസ് ആസിഡ് ടു ഫോം അലിഫാറ്റിക് ഡയസോണിയം സാൾട്ട് which being unstable liberate nitrogen gas and yield alcohol and N2 plus HCl. എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൈമറി അലിഫാറ്റിക് ആയിട്ടുള്ള പ്രൈമറി അമീൻസ് നൈട്രസ് ആസിഡ്. അപ്പോൾ നൈട്രസ് ആസിഡ്, വാട്ട് ഈസ് നൈട്രസ് ആസിഡ്? HNO2 NaNO2 plus HCl, NaNO2 plus HCl തമ്മിൽ ലോ ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്തുണ്ടാവുന്ന ഒരു ഇൻസിറ്റു ആസിഡാണ് നൈട്രസ് ആസിഡ്, HNO. ഈ HNO2ന്റെ പ്രത്യേകത എന്ന് ഹൈലി അൺസ്റ്റേബിൾ ആയിരിക്കും. ഇത് ഇൻസിറ്റു ആണ്. ഇൻസിറ്റു എന്ന് പറയുമ്പോൾ ആ റിയാക്ഷൻ റിസൾട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു HNO2 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് പ്രൈമറി അമീൻ, അലിഫാറ്റിക് പ്രൈമറി അമീൻസ് ഫസ്റ്റ് ആൽക്കൈൽ ഡയസോണിയം ക്ലോറൈഡ് ഉണ്ടാവും. അത് ഹൈലി അൺസ്റ്റേബിൾ ആണ്. അത് ഡീകമ്പോസ് ചെയ്താൽ നമുക്ക് ആൽക്കഹോളും നൈട്രജനും HCl കിട്ടും. നോക്കാം നമുക്കൊരു എക്സാമ്പിൾ. RNH2 plus HNO2 nitrous acid can be obtained by the combination of NaNO2 HCl at low temperature, 5 degrees Celsius. Low temperature we will get RN2Cl. This is alkyl diazonium chloride. Alkyl diazonium chloride is highly unstable and undergo decompose to get alcohol N2 and HCl. Highly unstable, you will get ROH N2 plus HCl. Okay. അപ്പോൾ അലിഫാറ്റിക് പ്രൈമറി അമീൻസ് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എൻ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ആൽക്കഹോളും N2 അതേപോലെ തന്നെ HCl ആയിരിക്കും. ഇതിനൊരു സ്പെസിഫിക് എക്സാമ്പിൾ എഴുതിക്കുകയാണെങ്കിൽ C2H5NH2 plus HNO2 in presence of NaNO2 plus HCl, we get C2H5N2Cl. Then undergo decompose to get C2H5OH plus N2 plus HCl. Okay, this is ethyl diazonium chloride, unstable ethyl diazonium chloride, and undergo decompose to get ethanol. Okay, then ഇതേപോലെ തന്നെ പ്രൈമറി അരോമാറ്റിക് അമീൻസ് റിയാക്ട് ചെയ്താണ് ഉണ്ടാവുക. Then primary aromatic amines. Okay, aromatic primary amine react with nitrous acid NaNO2HCl at low temperature 0 to 5 degrees Celsius to form diazonium salt. This reaction is known as diazotization reactions. Okay, then aniline when treated with
with the sodium nitrate and excess of HCl. Example C6H5 C6H5NH2. Aniline is react with HNO2 plus HCl, HNO2 plus HCl plus NaNO2 HCl at 5 degrees Celsius. So, aniline nitrous acid react with HNO2 HCl combine nitrous acid. Nitrous acid at 0 to 5 degrees Celsius in excess HCl react with we will get diazonium salt. Diazonium salt C6H5N2Cl. C6H5N2Cl plus 2H2O. This reaction is known as diazotization reaction. Diazotization reaction. The ice cold aqueous solution of benzene diazonium chloride. This is known as benzene diazonium chloride. Benzene diazonium chloride or any other suitable allyl diazonium salt can be used for the preparation of variety of organic compounds and thus offer a means of converting an aromatic primary amine to various other compounds. This benzene diazonium chloride is a very compound suitable starting material. So, this is number of organic compounds in this sequence. അതുകൊണ്ട് തന്നെ ഇതിന് വളരെ ഹൈ ആയിട്ടുള്ള ഒരു സിന്തറ്റിക് യൂട്ടിലിറ്റി ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ reaction is known as diazotization reaction. This is benzene diazonium chloride. Okay, then നമ്മൾ നോക്കാൻ പോകുന്ന action of nitrous acid with the secondary amine. With the secondary amines. Then aliphatic and aromatic secondary amine react with the nitrous acid to form nitrosoamines, which are water insoluble yellow oils. Which are nitrosoamine, N-nitrosoamine, which are water insoluble yellow oils. So, this is primary amine, secondary amine, tertiary amines. Distinguish particular reaction aromatic amine react with benzene diazonium chloride. Secondary amine N-nitrosoamines are the water insoluble yellow oil. Yellow oil example CH3 twice NH react with HONO or HNO2, presence of NaNO2 plus HCl. We will get N-nitrosoamine, N-nitrosodialkyl amine, R2N. Okay, N-nitrosodialkyl amine, N-nitrosodialkyl amine, N-nitrosodialkyl amine, water insoluble yellow oil plus water insoluble yellow oils. Same like aromatic amines C6H5 twice NH. C6H5 twice NH react with HONO. You will get C6H5 twice NNO. This is known as N-nitrosodiphenyl amine plus H2O. This is water insoluble. Okay, this is the reaction with the nitrous acid. Reaction of secondary amine with the nitrous acid. Okay, then third one, action with the tertiary amine with the nitrous acid. Action of action of tertiary amine. So, action of aliphatic tertiary amine with the HNO. Aliphatic tertiary amines react with the nitrous acid to form trialkyl ammonium nitrate salt. Trialkyl ammonium nitrate salt, which are soluble in water. For example, C2H5
thrice N react with HONO or HNO2 NaNO2 plus HCl NO2 plus HCl, we will get C2H5. Here HNO2 act as acid. Acid will donate H plus to C2H5 thrice N. Okay, so we get C2H5 thrice NH. C2H5 thrice NH plus NO2 minus H2O. Okay, this is triethyl ammonium nitrate water soluble salt. Same like aromatic tertiary amines react with HNO2. Aromatic tertiary amines react with nitrous acid to forms para-nitroso derivative. Okay, അപ്പോൾ നമുക്ക് aromatic amines ആണെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള para-nitroso derivative ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒരു എക്സാമ്പിൾ നോക്കൂ, C2H5 react with HONO, we will get plus aromatic amines ആണെങ്കിൽ tertiary aromatic amines ആണെങ്കിൽ nitrous acetate react ചെയ്ത് കഴിഞ്ഞാൽ സാൾട്ട് അല്ല കിട്ടുന്നത്, നമുക്ക് കിട്ടുന്നത് പാരാനൈട്രോസോ NN ഡൈഇഥൈൽ അനിലിൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് റിയാക്ഷൻസ് ഓഫ് നൈട്രസ് ആസിഡ്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി amines and aliphatic or aromatic amines. Then next we are going to discuss electrophilic substitution reaction of aryl amine. Electrophilic substitution reactions of aryl amine. Okay, electrophilic substitution of aryl amine. What is electrophile? Electrophile പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? E plus എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് കോമ്പൗണ്ട്സ്. HCl എടുക്കുകയാണെങ്കിൽ HCl ഡീകമ്പോസ് ചെയ്ത് നമുക്ക് H plus plus Cl minus. This H plus is known as electrophile, E plus, electron deficient compounds. ഇതുപോലെ ഒരുപാട് electrophile ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കുന്ന ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് അരൈൽ amines. അരൈൽ amines അരോമാറ്റിക് amines വരുന്ന ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ അതിന്റെ മുമ്പ് നമുക്ക് അരോമാറ്റിക് amines പ്രത്യേകം നോക്കാം. കൺസിഡർ ദ റെസൊണൻസ് സ്ട്രക്ചർ ഓഫ് അനിലിൻ. അനിലിന്റെ റെസൊണൻസ് സ്ട്രക്ചർ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ in anilin NH2 is plus some or plus R or plus some effect ഉള്ള ഒരു ഗ്രൂപ്പാണ് NH2. plus some R plus R എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ റിലീസിംഗ് റെസൊണൻസ്. ഇലക്ട്രോൺ റിലീസിംഗ് റെസൊണൻസ് എന്ന് പറയുമ്പോൾ NH2 is electron donating group. So its lone pair will NH2 will donate its lone pair towards the ring. റിംഗിലേക്ക് ഈ NH2 ന്റെ ലോൺ പെയർ ഡൊണേറ്റ് ചെയ്ത റെസൊണൻസ് സ്ട്രക്ചർ നോക്കുക. Next, this first lone pair donate here and the double bond break to form a negative charge. Then negative charge donate here and double bond donate there to get then next okay.
for the electron releasing capacity of NH2. ഈ NH2 ന്റെ electron releasing capacity കൊണ്ട് നമുക്ക് പറയാൻ പറ്റും we will get these types of resonance structure. Okay. The NH2 groups evident from the resonance structure, it can be seen that due to the resonance, the ortho and para position of the benzene ring acquire a relatively higher electron density than meta position. So, any electrophile would prefer to attack ortho and para position of higher electron density. This means that the amino group is ortho-para directing in aromatic electrophilic substitution. പറഞ്ഞു വരുന്നത് എത്രയേ ഉള്ളൂ. NH2 ഗ്രൂപ്പ് പ്ലസ് എന്ന എഫക്റ്റ് റെസൊണൻസ് കാണിക്കുന്നതുകൊണ്ട് തന്നെ റിങ്ങിലേക്ക് ഇലക്ട്രോൺ പെയർ ഡൊണേറ്റ് ചെയ്യും. റിങ്ങിലേക്ക് ഇലക്ട്രോൺ പെയർ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കാം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഈ തേർഡ്, ഈ മൂന്ന് സ്ട്രക്ചറിൽ നെഗറ്റീവ് ചാർജ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓർത്തോ പാരാ പൊസിഷനാണ്. സോ ഓർത്തോ പാരാ പൊസിഷനിൽ നെഗറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓർത്തോ പാരാ പൊസിഷനിലായിരിക്കും ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. കാരണം അവിടെ ഓർത്തോ പാരാ പൊസിഷനാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ. ഓക്കെ, അപ്പോൾ നമുക്ക് മോർ ചാൻസ് കിട്ടാൻ മോർ സാധ്യതയുള്ളത് ഒരു ഇതാണ്, മൂന്ന് പൊസിഷനും കൂടി ഒന്നിച്ച് അറ്റാക്ക് ചെയ്യുന്ന തരത്തിലുള്ളൊരു പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടുക. പക്ഷെ നമുക്കൊരു പെർട്ടിക്കുലർ പൊസിഷനിൽ ഓർത്തോ അല്ലെങ്കിൽ പാരാ പ്രൊഡക്റ്റ് മാത്രമായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഇലക്ട്രോൺ റിലീസിങ് റെസൊണൻസ് എഫക്റ്റ് കുറച്ചൊന്ന് ഹിൻഡർ അല്ലെങ്കിൽ ഒന്ന് തടസ്സപ്പെടുത്തും. Okay, furthermore, the NH2 group is a powerful activating through plasma effect. It causes the benzene ring to be more reactive than benzene itself towards electrophilic substitution. Okay, അപ്പോൾ ബെൻസീനേക്കാളും കുറച്ചും കൂടി ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ കൂടുന്നത് അനിലിനാണ്. അതിൻ്റെ കാരണം അല്ലെങ്കിൽ അരോമാറ്റിക് അമീൻസിലാവുന്നതിൻ്റെ കാരണം ഈ പ്ലസ്മ എഫക്റ്റ് ഓഫ് NH2 ഗ്രൂപ്പാണ്. അപ്പോൾ ബെൻസീനേക്കാളും കൂടുതൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക ഇത്തരം സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇത്തരം അനിലിനായിരിക്കും. സോ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് അനിലിൻ ഓഫർ ട്രൈ സബ്സ്റ്റിറ്റ്യൂഷൻ റാദർ ദാൻ മോണോ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ്. ഓക്കെ, അപ്പോൾ പാരാ പൊസിഷനും ഓർത്തോ പൊസിഷനും മോർ നെഗറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ we will get എന്താണ് ഈ ട്രൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് റാദർ ദാൻ മോണോ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ്. In order to get mono substituted product, നമുക്കൊരു മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ the activating influence of the amino group is moderated by the first acetylating it. അപ്പോൾ നമുക്കൊരു മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഈ അമിനോ ഗ്രൂപ്പിനെ നമുക്ക് അസറ്റൈലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ബിക്കോസ് ദ അസറ്റൈലേറ്റഡ് പ്രൊഡക്റ്റ് the nitrogen lone pair is involved in resonance within the group itself shown below. Okay, അപ്പോൾ നമുക്ക് പറയാൻ പറ്റി നമുക്കൊരു ട്രൈ സബ്സ്റ്റിറ്റ്യൂട്ടിന് പകരം ഒരു മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ NH ഗ്രൂപ്പിനെ അസറ്റൈലേറ്റ് ചെയ്യും. അപ്പോൾ NH ഗ്രൂപ്പിനെ അസറ്റൈലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് നമുക്കൊരു അമൈഡ് ആയിരിക്കും. കിട്ടുന്ന അതായത് ഈ NH2 ഗ്രൂപ്പിനെ അസറ്റൈലേറ്റ് ചെയ്താൽ കിട്ടുന്നത് അസറ്റൈലേഷൻ അല്ലെങ്കിൽ ഒരു CH3COCl ഇതിനായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു അസറ്റൈലേറ്റഡ് പ്രൊഡക്റ്റ്. അസറ്റൈലേറ്റഡ് പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ലോൺ പെയർ റിങ്ങിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്നതിന് പകരം ഈ ഒരു തരത്തിലാണ് റെസൊണൻസ് സ്ട്രക്ചർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ റെസൊണൻസ് സ്ട്രക്ചർ C6H5NH. ഇങ്ങനൊരു റെസൊണേറ്റിംഗ് സ്ട്രക്ചർ ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ വരും. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ റെസൊണൻസിൻ്റെ പൊസിഷൻ മാറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് ആയിരിക്കും. Okay, hence the lone pair is less available for the donation to benzene ring for resonance. Therefore, the activation effect of NHCOCH3 group is less than the amino group. So, the activation is less here than aniline. Okay, as a result, acetaldehyde does not promote tri-substituted like aniline. അപ്പോൾ നമുക്ക് ആദ്യം അസറ്റൈലേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് ആയിരിക്കും. പക്ഷേ അനിലിനെ ഡയറക്റ്റ് നമ്മൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ട്രൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് ആയിരിക്കും.
Okay, the monosubstituted acetaldehyde can easily hydrolyze to yield monosubstituted aniline. അപ്പോൾ ഇതിൽ നമ്മൾ അസറ്റൈലേറ്റഡ് പ്രൊഡക്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയതിന് ശേഷം നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ പോലെ തന്നെ ആ അനിലിൻ റിക്കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്തരം കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഹാലോജിനേഷൻ. First, halogenation. With bromine water or chlorine water, aniline yield the corresponding 2,4,6 trioaniline. Okay, നമ്മൾ അനിലിനെ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ ബ്രോമിൻ വാട്ടർ 3Br2 ബ്രോമിൻ വാട്ടറിൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ we will get a tri-substituted product. We have a tri-substituted product 2,4,6 tribromoaniline plus HBr. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിലിനെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയ ട്രൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് ആണ്. ഇനി നമുക്കൊരു മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് അനിലിന് നമ്മൾ എന്ത് ചെയ്യും, ഈ അസറ്റൈലേറ്റ് ചെയ്യുന്ന നമ്മൾ അസറ്റൈലേറ്റഡ് അനിലിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ we will get a mono substituted അനിലിൻ. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിലിനെ ആദ്യം അസറ്റൈലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് CH3COCl ഒരു CH3COCl ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസിഡ് ക്ലോറൈഡ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ we will get അസറ്റാനിലൈൻ NHCOCH3. Okay, then undergo bromination. നമ്മൾ ബ്രോമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ we will get a parabromo aniline NHCOCH3 parabromo aniline. ഇത് നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ H2O ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ we will get parabromo aniline. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാലോജനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അനിലിന് ഡയറക്റ്റ് ഹൈഡ്രോജനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ we will get 2,4,6 ട്രൈബ്രോമോ അനിലാണ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ അനിലിന് നമ്മൾ ഫസ്റ്റ് അസറ്റൈലൈസേഷൻ ചെയ്യും. അപ്പോൾ അസറ്റൈലേറ്റഡ് അനിലിൻ കിട്ടും. അതിന് നമ്മൾ ബ്രോമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ we will get പാരാബ്രോമോ അനിലിൻ. അതിന് നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ we will get അത് നമുക്ക് പാരാബ്രോമോ അസ്റ്റാൻഡേർഡ് കിട്ടും. അതിന് നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ we will get പാരാബ്രോമോ അനിലിൻ. ഓക്കെ, next we are going to discuss nitration. Nitration. Okay, direct nitration of aniline by concentrated HNO3 is not possible because aniline yield terreoxidation product. Hence, the amino group is first protected by acetylation and the acetaldehyd thus obtained is treated with the nitrating mixture HNO3 and H2SO4 at low temperature to get mixture of ortho para nitroacetaldehyd. This mixture on acid hydrolysis yield mixture of ortho para nitro aniline. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിലിന് നമ്മൾ ഡയറക്റ്റ് നൈട്രേഷൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡയറക്റ്റ് HNO3 H2SO4 ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ we will get എന്താണ് പറയുക ചാറി പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ചാറ് ചെയ്ത് ടെറി ഓക്സിഡേഷൻ പ്രൊഡക്റ്റ് ഓക്സിഡൈസ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. ഓക്സിഡൈസ് ചെയ്തിട്ട് ബ്ലാക്ക് പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആദ്യം നമ്മൾ അനിലിനെ അസറ്റൈലേറ്റ് ചെയ്യും. അസറ്റൈൽ ക്ലോറൈഡ് ഇട്ട് ട്രീറ്റ് ചെയ്തിട്ട് അസ്റ്റാൻഡേർഡ് ആക്കും. അതിന് നമ്മൾ നൈട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ we will get ഓർത്തോ പാര അസ്റ്റാൻഡേർഡ് കിട്ടും. അതിന് നമ്മൾ ആസിഡ് ഹൈഡ്രോളിസ് ചെയ്ത് കഴിഞ്ഞാൽ we will get കറസ്പോണ്ടിങ് ഓർത്തോ പാര നൈട്രോ അനിലിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഈ അനിലിനെ CH3COCl acetylization. So we will get a NHCOCH3.
സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ്. ഇതിനെ നമ്മൾ നൈട്രേറ്റ് ചെയ്ത് കഴിയും. HNO3 H2SO4, we will get two product. It is ortho-para-nitroacetate. It is on acid hydrolysis. So we will get orthonitro-aniline and para-nitro-aniline. This is the nitration of aniline. Okay. Then next we are going to discuss the sulfonation. Sulfonation. Okay. When heated with concentrated sulfuric acid, aniline mainly yields para-aminobenzene sulfonic acid. Para-aminobenzene sulfonic acid, commonly known as sulfonilic acid. Okay. When aniline is treated with the H2SO4, we will get SO4 minus on rearrange this is known as para-aminobenzene sulfonic acid or sulfonilic acid. Okay, sulfonilic acid and its derivative are used as intermediate in the manufacture of the category of antibacterial agent called sulfa drugs. Sulfa drugs ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ശരിക്കും സൾഫാനിക് ആസിഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെഷൻ പഠിക്കാനുള്ള സൾഫ ഡ്രഗ്സ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ പറയും സൾഫാനിക് ആസിഡ് എന്നാണ് സൾഫ ഡ്രഗ്സ് ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് അമീൻ ബൈ സൾഫോണേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൊഡക്റ്റാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.